Humanity lost the glory of God. It was freely given to Adam, the forefather, but due to sin, he has lost. അപ്പോൾ അതിനുശേഷം whatever we does, whatever, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സെൽഫിഷസ് ഉണ്ടായിരിക്കും. എത്ര നല്ല പ്രവൃത്തി ചെയ്യാൻ നോക്കിയാലും, കാരണം നമ്മൾ നിത്യനായ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ടാണ് സെൽഫിനെ സ്വീകരിച്ചത്. അതായിരുന്നു ഏത്തൻ തോട്ടത്തിൽ സംഭവിച്ചത്. നമ്മൾ എങ്ങനെയെല്ലാം എന്തെല്ലാം രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്താലും അതിനകത്ത് ഒരു സെൽഫ് ഡിസയർ ഉണ്ടാകും. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഗാഡ്. ഡിവൈൻ നേച്ചർ അല്ലാതെ, ഡിവൈൻ നേച്ചറിൽ സെൽഫിഷ്നെസ് ഒട്ടുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ത്യജിച്ച് നാൾ തോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആ തന്നെത്താനെ ത്യജിക്കുന്ന വിഷയമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഐദർ ജൂ ഓർ ജെൻഡൈൽ, all humanity lost the glory of God. They can only produce sin, manifestation of sin only. ഇത് വളരെ കൺവിക്റ്റഡ് ആയാൽ മാത്രമേ ഒരു സോള് പേഴ്സണലായിട്ട് ഒരു സാൽവേഷൻ ആഗ്രഹിക്കുകയുള്ളൂ. ഇതാണ് പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്ന പ്രവൃത്തി. കൺവിക്റ്റിംഗ് ഓഫ് സിൻ, കൺവിക്റ്റിംഗ് ഓഫ് സിൻ. അവിടെ ഏറ്റവും ടഫായിരിക്കുന്നത് ഈ സെൽഫ് റൈഷ്യസ്നെസ് ഉള്ള ആൾക്കാർക്കാണ്. മദ്യപാനിയോ അല്ലെങ്കിൽ വ്യഭിചാരികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. മോറൽ സിൻസ് പെട്ടെന്ന് മനസ്സിലാകും. മോറൽ സിൻസിൽ അധികം ഇൻവോൾവ്ഡ് ആകാതെ ഡോക്ട്രിനൽ സിൻസോ അല്ലെങ്കിൽ സെൽഫ് റൈഷ്യസിൽ പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും പോൾ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിൻ്റെ വേഴ്സ് 28 തുടങ്ങി, ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തികഞ്ഞവർ, കിരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, പ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കരിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും കൂടി ചെയ്യുന്നു. അപ്പോൾ ഈ നേച്ചർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തവർ ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്നവരായിരിക്കാം. പക്ഷെ പോള് ഫസ്റ്റ് കൊറിന്ത്യൻ ലെറ്ററിൽ കൊറിന്ത്യൻ ചർച്ചിനെ വാൺ ചെയ്യുന്നത് പോലെ, നിങ്ങളിൽ അസൂയും പകയും പിണക്കുമുണ്ടെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ജഡികരല്ലയോ? നിങ്ങൾ സ്നാനപ്പെട്ടത് കൊണ്ടോ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടോ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ അന്യഭാഷ പറഞ്ഞുകൊണ്ടോ എന്ത് ഗുണമുള്ളേ? സോ ഈസ് വാണിംഗ് ദർ. ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിൽ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രോ ഇറ്റ് ഔട്ട്. അതിനുള്ള ഗ്രേസ് വേണം. ജ്യൂസിൻ്റെ കേസ് പറയുമ്പോൾ അവർ ന്യായപ്രമാണം അനുസരിക്കാൻ ദൈവം എന്തിനു ചെയ്തത്? മനുഷ്യനുള്ള സിന്നിനെ എക്സ്പോസ് ചെയ്യുവാൻ ജ്യൂസിന് ഒരു എക്സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ. ലോ കൊടുക്കും തോറും ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവരുടെ ഉള്ളിലുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഹ്യൂമാനിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുക. പാവം ജ്യൂസിന് അതിനു വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. സ്തോത്രം. എല്ലാവരിൽ തന്നെയും പാപം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോഴ്സ്, ഇറ്റ്സ് എ പവർ. മനുഷ്യനെ അടിമപ്പെടുത്തി അതിൻ്റെ ആഗ്രഹം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയാണത് സിൻ എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമ്മൾ റോമൻ 6th ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. അങ്ങനെ ഫൈനലിൽ വന്നിട്ട് ചാപ്റ്റർ 3 വേഴ്സ് 23 പറയുന്നത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. നൗ ദേ നീഡ് എ ഗ്രേസ്. എല്ലാവർക്കും തന്നെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. ഇത് അക്നോളജ് ചെയ്താൽ മാത്രമേ ഒരു വ്യക്തി പേഴ്സണലായിട്ട്, യെസ് മറ്റുള്ളവരെയല്ലേ വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ടല്ല, പേഴ്സണലായിട്ട് യെസ് എന്നിൽ ദൈവ തേജസ് ഇല്ല, എന്നിൽ സിൻ വാഴുന്നുണ്ട്, ഐ നീഡ് എ സാൽവേഷൻ, ഐ നീഡ് എ ചേഞ്ച് എന്ന് ആഗ്രഹിക്കത്തക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ മാത്രമേ ഒരു വ്യക്തി റിപ്പന്റൻസിലേക്ക് വരികയുള്ളൂ, ക്രിസ്തുവിനെ അന്വേഷിക്കുകയുള്ളൂ. ഇതാണ് പിതാവ് ആകർഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതാണത്.
പിതാവ് ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന ഏജൻസിയാണ്. പരിശുദ്ധാത്മാവാണ് ഇക്കാര്യം വെളിപ്പെടുത്തി തരുന്നത്. എന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്പം ചിന്തിച്ചതാണ് 24 വേഴ്സ്. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്രയും നീതീകരിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. ഇനി എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ഇന്ന് റോമാലേഖനം വീണ്ടും ചാപ്റ്റർ 3 വായിക്കണമെന്ന് പറഞ്ഞത്. വേഴ്സ് 25 തുടങ്ങി 25 and 26. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവിടെ അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നെസസിറ്റി ഓഫ് ദ അറ്റോൺമെന്റ്, ദൈവം മഹാദയുള്ളവനാണ്, കൃപയുള്ളവനായിരിക്കുമ്പോൾ ആമേ മനുഷ്യന് വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമ്പോൾ എന്താണ് ഒരു അറ്റോൺമെന്റിന്റെ നെസസിറ്റി അവിടെ വന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് an atonement? ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കണം. അറ്റോൺമെന്റ് എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല? അറ്റോൺമെന്റിന്റെ നെസസിറ്റി എന്താണ്? ഡീറ്റെയിൽസ് ഓഫ് അറ്റോൺമെന്റ് ഇത് ദൈവകൃപയാണെങ്കിൽ നമ്മൾ റോമലേഖനം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനെ വളരെ വിശദമായിട്ട് പഠിക്കും. അറ്റോൺമെന്റ് വൺ ടൈമേ ഉള്ളൂ. ദൈവത്തിന് അനേക പുത്രന്മാരില്ല. അറ്റോൺമെന്റ് വൺ ടൈമേ ഉള്ളൂ. അതേപോലെ തന്നെ പാപമോചനം വൺ ടൈമേ ഉള്ളൂ. എനി മൂമെന്റ് നാം ക്രിസ്തുവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ളതായിട്ടുള്ള പാപം അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആരംഭിക്കും. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കാൻ സാധ്യമല്ല. റിപ്പന്റ് ചെയ്യാം. റിപ്പന്റ് ചെയ്ത് നമുക്ക് പാപം നമ്മിൽ വസിക്കുന്നുണ്ട്, അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്നിൽ കൂടെ പുറത്തു വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കോൺഷ്യസിനെ മനസ്സിലാക്കി തന്നാൽ ഇമ്മീഡിയറ്റ്ലി റിപ്പന്റ്. വേറെ സൊല്യൂഷൻ ഇല്ല. Then accept Christ, replace Christ there. അപ്പോൾ പരസ്യമായിട്ട് ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ അവിടെ ഒരു അറ്റോൺമെന്റ് നടന്നതിന് ശേഷം മരിച്ചവരുടെ അടുത്ത് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. മനുഷ്യ, either Jew or Gentile, you cannot produce any good fruit unless Christ living in you, unless I living in you എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം തന്നെ പറയുന്നത്, ഏദൻ തോട്ടത്തിൽ വെച്ച് നിനക്ക് ഞാൻ തന്നിരുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് നീ എന്നെ ത്യജിച്ചു കളഞ്ഞതാണ്. യൂട്ടിലൈസിങ് ദാറ്റ് നാച്ചുറൽ എബിലിറ്റി യു റിസീവ് മീ ബൈ റിനൗൺസിങ് യുവർ സെൽഫ് ഡിസയേഴ്സ്. ഇത് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളിൽ സിൻ വാഴുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് വാഴുന്നത് മനസ്സിലാക്കുമ്പോൾ അതിനെ റിനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റോൺമെന്റ് ദൈവം നടത്തി. അറ്റോൺമെന്റിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ഡിവൈൻ ലോ ഡിമാൻഡ്സ് ഇറ്റ്. ഹ്യൂമാനിറ്റിയിൽ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗാഡിനകത്ത് ഇംപ്യൂണിറ്റി കടന്നു വരാതിരിക്കത്തക്ക വേണം ഒരു മരണം സംഭവിച്ചിരിക്കണം. ബിക്കോസ് ദ സോൾ ദാറ്റ് സിന്നeth ഷാൽ ഡൈ. ഇത് ദൈവത്തിൻ്റെ ലോയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് പാപമില്ലാത്ത ഒരു യാഗം, ഒരു മരണം നടന്നേ പറ്റുള്ളൂ. അത് അറ്റോൺമെന്റ് ഡീറ്റെയിലെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അത് ക്രിസ്തുവിൽ നിവർത്തിച്ചു എന്നും റോമാലേഖനം 1 chapter വേഴ്സ് 5 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവത്തിന്റെ പുത്രനെന്ന് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ ഞങ്ങൾ ജാതികളിൽ സുവിശേഷത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ ക്ലീൻ എങ്ങനെയാണ് ഈ ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ റൈഷ്യസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പിൽ പാർഷ്യൽ റൈഷ്യസ്നെസ് അക്സെപ്റ്റബിൾ അല്ല. 99.99% പാർഷ്യൽ റൈഷ്യസ്നെസ് അക്സെപ്റ്റബിൾ അല്ല. ഓൺലി 100%. അങ്ങനെ 100% റൈസസ് ആയിരിക്കുന്ന ഒരേ ഒരു പേഴ്സണാലിറ്റി മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ദൈവം ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ in order to pronounce we as just by God, we must be in Christ, fully in Christ. Not partial, not 50%, not even 99.99%. ഇതാണ് സുവിശേഷത്തിന്റെ ഡിമാൻഡ്. And it is a free gift. അതാണ് പരസ്യമായി നിർത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. വേഴ്സ് 25 ഞാൻ വീണ്ടും വായിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ
ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. Whoever believe is a free gift. God will count him as if he never sinned. He never sinned. As Christ never sinned. ഇതാണ് ഗോസ്പലിന്റെ ദ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയാൻ കാരണം. ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു വിലയും കൊടുക്കാതെ, ഒരു പ്രവൃത്തിയും കൂടാതെ ജസ്റ്റ് ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ God will count us as if we never sinned. Not like sin forgiven. Hallelujah. അതിന് താഴത്തെ വാക്യം 26 പറയുന്നത്, ദൈവം തന്റെ പുറമേ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ വേഴ്സ് ബൈ വേഴ്സ് പഠിക്കുന്നതായിരിക്കും. സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ റൈഷ്യസ്നെസ് നമുക്ക് കൗണ്ട് ചെയ്യുന്നതെന്ന്. ഇനി ചാപ്റ്റർ 5 പറയുന്നത്, ചാപ്റ്റർ 4 ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് അബ്രാഹാമിനെ. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോയാണ്, ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റോമാലേഖനം വായിക്കുമ്പോൾ വളരെ മനസ്സിലാകും. ചാപ്റ്റർ 4 ദൈവം അബ്രാഹാമിനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അബ്രാഹാമിനെ വിളിക്കുന്ന സമയത്ത് അബ്രാഹാം ജൂ അല്ല, നാച്ചുറൽ മാൻ, നമ്മെ പോലെ സാധാരണ മനുഷ്യനായിരുന്നു. നമ്മൾ ജോഷുവയുടെ ചാപ്റ്റർ 24 വായിക്കുന്നത് അവർ അന്യദൈവങ്ങളെ സേവിച്ചു പോകുന്നതാണ്. അവിടെ നിന്നുമാണ് ദൈവം അബ്രാഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. നിന്റെ പിതൃജനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രാഹാം വിശ്വസിച്ചു. ചാപ്റ്റർ 15 നിന്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന് പറഞ്ഞു. അബ്രാഹാം അത് വിശ്വസിച്ചു. അബ്രാഹാം വിശ്വസിച്ച വിശ്വാസത്തിന് ദൈവം നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രാഹാമിന്റെ വിശ്വാസമാണ് അവന് നീതിയായി കണക്കിട്ടത്, നീതിമാനായിട്ട് കണക്കിടുന്നത്. ആ ജസ്റ്റിഫിക്കേഷൻ നടന്നത് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സർക്കംസിഷൻ. പിന്നീട് ചാപ്റ്റർ 17 അബ്രാഹാമിന് സർക്കംസിഷൻ കൊടുക്കുന്നത്. അപ്പൊ അബ്രാഹാമിന് സർക്കംസിഷൻ കൊടുത്തു. അബ്രാഹാമിന്റെ ജനറേഷൻ ആയിട്ട് വരുമ്പോൾ അബ്രാഹാം എന്ന സ്തോത്രം, ഇസ്ഹാക്ക് എന്ന് യാക്കോബ്, യാക്കോബ് എന്ന് 12 ട്രൈബ്സ്. അതേപോലെ തന്നെ അബ്രാഹാമിന് ഇസ്മായിലിൽ നിന്നും സന്തതികളുണ്ട്. ആമേ സാറ മരിച്ചതിന് ശേഷം കെതൂറയിൽ വിവാഹം കഴിച്ച് കെതൂറയിൽ നിന്ന് 6 മക്കളും 6 മക്കളും പിന്നെ അവരുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്ന് പരിച്ഛേദന കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ മലയാളത്തിൽ പറയുന്ന സുന്നത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ അവർ അബ്രാഹാമിന്റെ വിശ്വാസം ഫോളോ ചെയ്യാത്തിടത്തോളം that circumcision will not be counted as righteousness. ഇന്ന് ക്രിസ്തീയ ഗോളത്തില് വീണ്ടും ജനനം പ്രാപിക്കാതെ ക്രിസ്തീയ നാമത്തിൽ യേശു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സ്നാനപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. It is as if the Muslims are doing the circumcision. They don't believe, they don't rely on Christ, they don't accept Christ. അപ്പോൾ അബ്രാഹാമിന് പരിച്ഛേദന കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അബ്രാഹാമിന് ഈ ഇസ്ഹാക്കിലൊഴികെ ബാക്കിയുണ്ടായിരുന്ന മക്കളിൽ ഇസ്മായിലും കെതൂറയിൽ ജനിച്ച 6 മക്കളുണ്ടെന്ന് ജനറേഷൻസ് എല്ലാവരും തന്നെ പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. അറബ്സ് എല്ലാം പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. But that will not be counted as justification. ഇതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻഡത്തില് യേശുവിന്റെ നാമത്തിലെ ഉത്സവങ്ങളോ ക്രിസ്മസോ ഈസ്റ്ററോ ദുഃഖവെള്ളിയാഴ്ചയോ ഗുഡ് ഫ്രൈഡേയോ മറ്റെന്തെല്ലാം പ്രവർത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാലും no value at all unless otherwise you renounce yourself and accept Christ as your Lord and Savior personally. അപ്പൊ അത് അബ്രാഹാമിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. ദൈവം അബ്രാഹാമിനെ വിളിക്കുന്ന സമയത്ത് അവൻ ജൂ അല്ല, an ordinary man as like us. Hallelujah. അതാണ് ചാപ്റ്റർ 4 വിശദീകരിക്കുന്നത്. നമ്മളത് വേഴ്സ് ആയിട്ട് പിന്നെ പഠിക്കും. നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി പറയുകയാണ്. Then coming to chapter 5. ചാപ്റ്റർ 5 ഫസ്റ്റ് വേഴ്സ് പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കാത്ത ഏതൊരു വ്യക്തിക്കും ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ സാധ്യമല്ല. അവന്റെ മേൽ ദൈവ ക്രോധമേ വസിക്കുന്നുള്ളൂ. whoever it may be, ക്രിസ്ത്യൻഡത്തിലായിക്കോട്ടെ ഔട്ട് ഓഫ് ക്രിസ്ത്യൻഡം ആയിക്കോട്ടെ, വിശ്വാസത്താലുള്ള ഫ്രീ ജസ്റ്റിഫിക്കേഷൻ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തോട് അടുക്കുവാൻ സാധ്യമല്ല, പിതാവെ എന്ന് വിളിക്കുവാൻ സാധ്യമല്ല.
ബട്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാകിയാലും അവന്റെ ഫോർബിയറൻസിനാലും ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് നടത്തി കൊടുത്തെന്നിരിക്കാം. ദൈവം ദുഷ്ടന്മാർക്കും നീതിമാർക്കും തന്നെ മഴയെ വെയിൽ കൊടുക്കുന്നു. Because he is God. പക്ഷേ അവർക്ക് ആത്മീയ അനുഗ്രഹങ്ങളോ സാധ്യമല്ല. അബ്രാഹാം ഇസ്ഹാക്കിന് മാത്രമേ തന്റെ വാഗ്ദത്തമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്നുള്ളൂ. മറ്റ് കെതൂറിന്റെ മക്കളെയും ഇസ്മായിലിന്റെ മക്കളെയൊക്കെ കിഴക്ക് ദേശത്തേക്ക് ദൂരദേശത്തേക്ക് മാറ്റി പാർപ്പിച്ചു. അപ്പോൾ വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് റീകൺസൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ the wrath of God is upon us. നമ്മൾ ഇതെല്ലാം സുവിശേഷം പറയുമ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ ബേസിസിലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വളരെ വളരെ ക്ലീൻ ആയിട്ട് പറയുന്നതാണ് വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടത്. നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെ നിന്ന് നമ്മ അല്പം തെറ്റി ആ ജസ്റ്റിഫിക്കേഷന്റെ ട്രാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ റൈഷ്യസ്നെസിന്റെ ട്രാക്കിൽ നിന്ന് അല്പം തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിന്റെ ക്രോധമേ വരുന്നുള്ളൂ. ഫോർഗിവ്നെസ് കിട്ടില്ല. വി ഹാവ് ടു ബി ബാക്ക് ടു ക്രൈസ്റ്റ്. അതിനാണ് അബൈഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ചാപ്റ്റർ 50 കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 6 എങ്ങനെയാണ് ഈ റൈഷ്യസ്നെസ് അല്ലെങ്കിൽ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ സോളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് എന്ന് വിവരിക്കുന്നതാണ് ചാപ്റ്റർ 6, 7 and 8 എന്ന് പറയുന്നത്. ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ വീണ്ടും വായിക്കാം. നിങ്ങൾ നാളെ ആക്ച്വലി 7 ഉം 8 വായിക്കാൻ പറഞ്ഞിരുന്നത്. ഈ സബ്ജക്റ്റ് ചാപ്റ്റർ 6, 7, 8 എങ്ങനെയാണ് ഈ വിശ്വസിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റൈഷ്യസ്നെസ് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നത് എന്ന് വിവരിക്കുന്നതാണ് ചാപ്റ്റർ 6, 7 and 8. അപ്പോൾ ചാപ്റ്റർ 3 സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നീതീകരണം നടക്കുന്നത്. ചാപ്റ്റർ 3 വേഴ്സ് 23 പോള് ഡിസ്ക്ലോസ് ചെയ്യാണ്. There is no difference either Jew or Gentile. All the humanity lost the glory of God and the wrath of God upon them. ഇതിന്റെ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നതാണ് വേഴ്സ് 24 and 25, 26. Then chapter 4 അബ്രാഹാമിനെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയുകയാണ് എങ്ങനെയാണ് അബ്രാഹാമിനെ ജസ്റ്റിഫൈ ചെയ്തത്. ബൈ ഫെയ്ത്ത് ഓൺലി, നോട്ട് ബൈ സർക്കംസിഷൻ. പ്രവർത്തിയാലല്ല. അപ്പോൾ യാതൊരു വിധ പ്രവൃത്തിയും കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധ്യമല്ല. അതാണ് ചാപ്റ്റർ 5 പറയുന്നത്. ആമേൻ, സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്, റീകൺസൈൽ ചെയ്യപ്പെടാം. അല്ലാത്തിനടുത്ത് മേൽ ദൈവത്തിന്റെ ക്രോധമേ വാഴുന്നുള്ളൂ. Then chapter 6 onwards, 6, 7 and 8, it is describing that how this righteousness is imparting to our soul. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അടുത്ത ആഴ്ച നാളെ ചിന്തിക്കാം. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ വേഴ്സ് ബൈ വേഴ്സ് പഠിക്കുന്നതായിരിക്കും. നമ്മളെ സഹായിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. നീ ജനത്തോട് നീ സംസാരിക്കുന്നല്ലോ. നീ കൂട്ടി വരുത്തി ജനത്തിന് കർത്താവേ ആത്മാവിലെ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ പഠിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കർത്താവ് മാനുഷ്യമായ ശബ്ദമല്ല. ഞങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ, ഞങ്ങളെ കർത്താവ് ബലഹീനത വെളിപ്പെടുത്തുമ്പോൾ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിരപ്പിക്കാൻ ഈ ഓരോ വ്യക്തികളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ സമാധാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിർ പ്രശ്നങ്ങൾ നടക്കുന്ന ഓരോ വിഷയത്തിന്മേലും നിന്റെ കരം ചലിക്കുമാറായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിനെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശേഷം കർത്താവ് നീ കുടുംബമായിട്ട് പരിപാലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്മേൽ, അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്മേൽ, കേട്ട വചനത്തിന്മേൽ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ നൽകിയ ദൈവത്തെ കരങ്ങളെ വിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരെ